കെ സുകുമാർ അങ്ങനെ അനാർക്കിയാണ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ നേരത്തെ CR ചോദിച്ച ചോദ്യമുണ്ട്. നാളെ യൂത്ത് കോൺഗ്രസ്സുകാർ സുഹൃത്തിനെ മർദ്ദിച്ച പോലീസുകാരനെ വട്ടം കൂടി അടിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തെന്തായാലും ഇറങ്ങുമല്ലോ. അതെപ്പോഴും യൂണിഫോമിലും ആവില്ലല്ലോ. ഒരു 10 പേരോ 20 പേരോ കൂടിയാൽ വട്ടമിട്ട് മർദ്ദിക്കാൻ വലിയ പാടൊന്നും ഇല്ലെന്നേ. അത് ആൾക്കാർ വിചാരിച്ചാൽ മാത്രം മതി. ശ്രീകുമാർ, അങ്ങനെ യൂത്ത് കോൺഗ്രസും അല്ലെങ്കിൽ BJPയോ യുവമോർച്ചയോ അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ പോലീസിന്റെ മർദ്ദനമേറ്റ സാധുക്കളായ ആളുകൾ സംഘടിച്ച് പോലീസിനെ ആക്രമിച്ചാൽ എന്താകും? ഇത് തന്നെ ഈ നിലപാട് സമീപനം ഉണ്ടാവുമോ? ഇപ്പോൾ SFIക്ക് കൊടുക്കുന്ന വലിയ പിന്തുണാ പ്രഖ്യാപനം സൈബർ ഇടങ്ങളിൽ അപ്പോൾ ഉണ്ടാവും എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കെ ശ്രീകുമാർ, ഇത് യൂണിഫോം ഇടുമ്പോൾ അനുപാതരഹിതമായി കൈക്കരുത്ത് കാണിച്ചാൽ, യൂണിഫോം അഴിച്ചു വെച്ച് പുറത്തിറങ്ങിയാൽ അനുപാതരഹിതമായ കൈക്കരുത്ത് തിരിച്ചും കിട്ടും എന്നൊരു ബോധം ഇടിയം പോലീസിനുണ്ടാവുകയാണെങ്കിൽ അതിനെ താങ്കൾ കാണുന്നത് എങ്ങനെയാണ് കെ ശ്രീകുമാർ? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ അതിക്രമം കാണിച്ചാൽ തിരിച്ചടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് നിയമപരമായ രീതിയിലാണ് വേണ്ടത്. കാരണം ആരതിക്രമം കാണിച്ചാലും അതിനെതിരെ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതിനാണ് രാജ്യത്ത് നിയമമുള്ളത്. ഇപ്പം ഞാൻ ആരോടെങ്കിലും ദ്രോഹം കാണിച്ചാൽ എന്നെ തിരിച്ച് ദ്രോഹം കാണിച്ചാൽ ഞാനും ആളും തമ്മിൽ വ്യത്യാസമില്ല. കുറ്റം ചെയ്ത ആൾക്കെതിരെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സംവിധാനമുണ്ട്. ഇപ്പോൾ ഭരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പാണ്. SFIക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാം. ആ പരാതി കൊടുത്ത് നടപടി എടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണത്? പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ല, അതിന് വേണ്ടി നടപടി എടുക്കാൻ ഈ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ. അപ്പോൾ അത് പരാതി കൊടുക്കാതെ പിന്നെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകുമ്പോൾ അയാളെ സഹോദരിക്കൊപ്പം പോകുന്ന സമയത്ത് ആക്രമിക്കുക. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാളെ ഔദ്യോഗിക കൃത്യം നിർവഹണം പോലും അയാളല്ല, മറ്റ് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇനിയൊരു ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് പോലും പോകുന്ന സമയത്ത് ഇതൊക്കെ താഴെ ഞങ്ങൾക്കും വരുമെന്നുള്ള തോന്നലുണ്ടായ പോലീസിൻ്റെ കർമ്മവീര്യത്തെ അത് ബാധിക്കില്ലേ? അങ്ങനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷാർക്കാണ്? ജനങ്ങൾക്കല്ലേ അതിൻ്റെ ദ്രോഹം അനുഭവപ്പെടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഡ്യൂട്ടി ചെയ്യുമ്പോഴും പലപ്പോഴും നമുക്ക് സമരം ചെയ്യുന്നവർക്ക് അവരുടെ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ലക്ഷ്യത്തിന് കൂട്ടുനിൽക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് സാധിക്കില്ല. അതിനോട് അനുകൂലിക്കുന്നവരും പ്രതികരിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ക്രമസമാധാന പരിപാലനമാണ് പോലീസിൻ്റെ ദൗത്യം. അതിലെന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പോലീസുകാരെ കുറിച്ച് വല്ല പരാതി ഉണ്ടെങ്കിലോ ആ പരാതി കൊടുക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് SFI തന്നെ ഭരണകക്ഷിയുടെ അനുകൂല വിദ്യാർത്ഥി സംഘടനയാണ്. അവർക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനോ? ഇപ്പം എനിക്ക് മുമ്പ് ജിൻഡോ പറഞ്ഞ പോലെ പരാതി കൊടുത്ത് നടപടിയൊന്നും എടുക്കുന്നില്ലെങ്കിൽ വാഴ വയ്ക്കുക, പ്രതിഷേധിക്കുക, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുക, അതല്ലേ വേണ്ടത്. അത് ചെയ്യാതെ ഈ അതിക്രമിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ താങ്കൾ പറഞ്ഞ പോലെ നാളെ KSUവിനും ഇതുപോലെ തന്നെ മറ്റ് BJP സംഘടനകളും ഈ മൊറയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നേരത്തെ CR പറഞ്ഞതുപോലെ കാക്കിയിട്ടൊരുത്തനെ തൊട്ടാൽ ഞങ്ങൾക്ക് പൊള്ളും എന്നുള്ള ആ പരസ്പര ബോണ്ടും പരസ്പര വികാരമാണല്ലോ മൊറയിൽ എന്ന് പറയുന്നത്. അങ്ങനെ കൂടുതലത്തിനെ വട്ടം കൂടി അടിച്ചിട്ട് ജാമ്യം ഇല്ലാത്ത വകുപ്പ് പ്രകാരം SFIക്കെതിരെ കേസെടുക്കുകയും ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരം പോലീസുകാരെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന അതേ പോലീസുകാർ തന്നെയല്ലേ? അപ്പോൾ ഈ മൊറയിൽ എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ പോലീസുകാരുടെ പരസ്പര ബോണ്ടും കാക്കിയിട്ടവനെ തൊട്ടാൽ പൊള്ളുവോ ഇല്ലയോ എന്നുള്ള ചോദ്യവും മൊറയിലൊക്കെ എവിടെയാണ് ശ്രീകുമാർ? താങ്കൾ പറഞ്ഞത് ശരിയാണത്. കാരണം ഈ കേസെടുക്കുന്നതും പോലീസുകാർ തന്നെയാണ്. പക്ഷെ പോലീസുകാർ അങ്ങനെ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ദുർബലമായ വകുപ്പ് വെച്ച് കേസ് പോലീസ് എടുക്കില്ല. ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ദുർബലമായ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ SFIൻ്റെ മാത്രമല്ല CPMൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ ഭാഗത്തുള്ള സപ്പോർട്ട് അതിനുണ്ടാവും. അല്ലാണ്ട് ഇത് വരില്ല. അത് നാളെ എങ്ങനെ വരും എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ക്രമസമാധാന രംഗത്ത് നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് പോലും അത് ബാധിക്കും. അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നുകൊണ്ട് അതിനും പരാതി വരും. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കേണ്ട മേലുദ്യോഗസ്ഥൻ എടുത്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നൊരു തോന്നുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഈ ഭരണ സംവിധാനത്തിന് ഉണ്ടാവുന്നുണ്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞ ആ ഭരണ സംവിധാനത്തിൽ വീഴ്ച തന്നെയാണ് യഥാർത്ഥ SFI ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ തന്നെ സർക്കാർ ഭരിക്കുന്ന ആഭ്യന്തരവും ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ കൊടിയ വീഴ്ചയാണ് SFI പരോക്ഷമായി ചൂണ്ടിക്കാണിക്കുന്നത്. ആ കൊടിയ വീഴ്ചയെ തന്നെയാണ് SFI മുന്നോട്ട് ചൂണ്ടിക്കാണിച്ച കൊടിയ വീഴ്ചയിൽ SFI അഭിനന്ദിക്കുകയാണ്. അതുവഴി സർക്കാരിനെ യഥാർത്ഥത്തിൽ വിമർശിക്കുകയാണ് CPM സൈബർ ചെയ്യുന്നത്. ശ്രീജിൻഡോ, ആഭ്യന്തര വകുപ്പിന്റെ മുറ്റത്തുകൊണ്ട് ആഴത്തിൽ വാഴ നടാൻ താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ ഇപ്പോൾ അങ്ങയുടെ നേതാവ് മണിശങ്കർ അയ്യർ പറയുന്നത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗാന്ധി സ്വപ്നം കണ്ട പുരോഗതി കൈവരിച്ച ഏക സംസ്ഥാനം കേരളമാണ് എന്നാണ് വിഷൻ 2031 വികസനവും ജനാധിപത്യവും എന്ന അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് മണിശങ്കർ അയ്യർ പറഞ്ഞത്. ലക്ഷ്യം പൂർത്തീകരിച്ച് ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. എൻ്റെ പാർട്ടി പ്രവർത്തകർ പരിപാടി ബഹിഷ്കരിച്ചതിൽ മണിശങ്കർ അയ്യർ ഖേദമുണ്ട് കേട്ടോ. അതുകൊണ്ട് വാഴ വെക്കണം നിലപാട് മണിശങ്കർ അയ്യർക്കില്ല. ജിൻഡോ, അല്ല, ഈ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിക്കാത്തതുകൊണ്ടാണ്.
ദുരിത സമാനമായിട്ടുള്ള ജീവിതം നയിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരുമായിട്ട് അദ്ദേഹം സംവദിക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ തലയിൽ വല്ല നെല്ലിക്കാത്തളവും വെക്കണം. അദ്ദേഹം പണ്ട് പറഞ്ഞ വിടുവായുത്തത്തിൻ്റെ പേരിൽ കൂടിയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നത്, ചായ കച്ചവടക്കാരെന്ന് ആക്ഷേപിച്ചത്. അതിൻ്റെ പേരിൽ അവർ 10,200 ചായപ്പേ ചർച്ച നടത്തിയപ്പോൾ മണിശങ്കറുടെ വായിൽ പഴമായിരുന്നോ? മണിശങ്കരയെ പോലെയുള്ള ആളുകളല്ല, സാധാരണക്കാരുടെ വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും വില മനസ്സിലാക്കുന്ന നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. മുതിർന്ന നേതാവിന്റെ തലയിൽ നെല്ലിക്കാത്തളം വെക്കണമെന്നാണ് ജിൻഡോ പറഞ്ഞേ. താങ്കളുടെ മുതിർന്ന നേതാവിന്റെ തലയിൽ നെല്ലിക്കാത്തളം വെക്കണമെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ല് പോലീസിന്റെ മേടിച്ച് ഇവിടെ സമരം ചെയ്തപ്പോൾ മണിശങ്കർ അയ്യർ അല്ല ജയിലിൽ കിടന്നത്, കേസിൽ പ്രതിയാക്കപ്പെട്ടത്. ഞങ്ങളൊക്കെ സമരം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിത ദുരിതങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. മണിശങ്കർ അയ്യർക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാകാത്തത് കൊണ്ടാണ്. ശീതീകരിച്ച റൂമിലിരുന്ന് ശീതീകരിച്ച വിമാനത്തിൽ വന്ന് സെമിനാറിൽ പങ്കെടുത്ത് പിണറായി വിജയനെ പിന്തുണച്ചു പോയാൽ പോരാ. ഇവിടുത്തെ സാധാരണക്കാരുമായിട്ട് സംസാരിക്കണം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം തേടിയിട്ട് വേണം അഭിപ്രായം പറയാൻ. അദ്ദേഹത്തിന് പുസ്തകം വായിച്ച് കിട്ടുന്ന അറിവല്ല. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വെയിൽ കൊണ്ടും വിയർത്തൊലിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ് സംസാരിക്കാൻ. കാലഘട്ടത്തിനനുസരിച്ച് ഈ കാലത്ത് ഏത് രാഷ്ട്രീയ പറയേണ്ടതെന്നുള്ള ബോധ്യം വേണം. ഏതെങ്കിലും ഒരു നേതാവ് CPM ആയതുകൊണ്ട് മാത്രം ജനകീയനാകില്ല. CPM ആയ പിണറായി വിജയൻ ജനകീയനാകില്ല. അപ്പോൾ അതിൽ കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടാതെ മരണപ്പെട്ട സാഹചര്യമുണ്ട്. പെൻഷൻ കിട്ടാതെ മരണപ്പെടുന്ന ആളുകളോട് നീതി പുലർത്താൻ പറ്റാത്ത ഒരു സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഏത് നേതാവായാലും, അത് കോൺഗ്രസിന്റെ ഏത് മുന്തിയ നേതാവായാലും, കാലികമായ രാഷ്ട്രീയ ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലേ തെരുവിലെ വിയർത്തൊലിക്കുന്നവന്, പാടത്ത് പണിയെടുത്ത് കാല് വിണ്ട് കയറി വരുന്നവനെയൊക്കെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തുന്ന ഭാരത് ജോഡോയുടെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ. ആ രാഷ്ട്രീയം പറയുന്ന ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിന്റെ, മതത്തിന്റെ, ജാതിയുടെ, വർഗത്തിന്റെ പേരിലൊക്കെ ഭിന്നിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ പോലീസിന്റെ നരനായിട്ട് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയന് മൂന്നാമതൊരു ഊഴം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന മണിശങ്കർ അയ്യരുടെ മണിയാട്ടം കണ്ടിട്ട് പിണറായി വിജയന്റെ ആരും വന്ന് വല്ലാതെ തുള്ളേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആർക്ക് ഭരണം കൊടുക്കണമെന്ന്. ശങ്കർ അയ്യരെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമില്ല. ശരി, ഓക്കെ ജിൻഡോ. ഞാൻ മണിശങ്കർ അയ്യർ CPMന്റെ BJPയുടെ നേതാവല്ല, അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. ഞാൻ ആനുഷംഗികമായി വാർത്ത വന്നപ്പോൾ അങ്ങോട്ട് ചോദിച്ചു വന്നതേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ വിഘ്നേഷ്, ഇവിടെ പോലീസിന്റെ ഈ അതിക്രമങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ്. അതിന് പരാതി നൽകി, പരാതിക്ക് പിന്നാലെ നടന്ന പരാതി എന്തായി എന്ന കാര്യം അറിയില്ല. പോലീസിന് ഇടിയുടെ വേദന നന്നായി അറിയാവുന്ന ആളാണല്ലോ വിഘ്നേഷ്. അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രത്തെ മാളിൽ SFI പ്രവർത്തകർ മറ്റൊരു പോലീസുകാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആദ്യം മനസ്സിൽ തോന്നി എന്താണ് വിഘ്നേഷ്? ആദ്യം തന്നെ ഇന്ന് രാവിലെ ആ വീഡിയോ കാണുന്ന ഘട്ടത്തിൽ ഒരു നിമിഷം ആലോചിച്ചു പോയി. ഈ പോലീസിനെ തെരുവിൽ ജനങ്ങൾ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത് അപകടകരമായ വിഷയമല്ലേ? കാരണം ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രിമിനൽസുകളെല്ലാം പോലീസിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവനും സ്വത്തിനും പിന്നെ ആര് സംരക്ഷണം നൽകുമെന്നുള്ള പൊതുവായിട്ടുള്ള ചിന്ത എനിക്കും ഉണ്ടായി. സത്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയപരമായ ഒരു തലത്തിലേക്കും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആളുമല്ല. പക്ഷേ ഈ പറയുന്ന പോലെ പോലീസിൻ്റെ കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ സഹോദരനും. അത് വെച്ച് പറഞ്ഞുകൊള്ളട്ടെ, സ്വാഭാവികമായും കൊടിയ മർദ്ദനമേറ്റ ഏതൊരു മനുഷ്യനും തെറ്റ് ചെയ്യാതെ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് 4 ആൾ കാണാൻ ഈ പറയുന്ന പോലീസുകാരനെ പോലെ അദ്ദേഹത്തിന് പെങ്ങളുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് സുഹൃത്തുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് കുടുംബമുണ്ടെങ്കിൽ, അദ്ദേഹം സ്വകാര്യമായിട്ടുള്ള പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതുപോലൊരു മർദ്ദനത്തിന് തക്കതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ആത്മാഭിമാനം നഷ്ടം ഉണ്ടായി. അതുപോലെ തന്നെയാണ് ഈ ഉത്സവപ്പറമ്പിൽ നിൽക്കുമ്പോഴും, അമ്പലത്തിൽ പരിപാടി കാണാൻ വേണ്ടി നമ്മൾ കുടുംബസമേതം വന്ന് നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പാർട്ടി പരിപാടിക്ക് പോകുമ്പോഴും, എവിടെ പോകുമ്പോഴെങ്കിലും ഈ പോലീസ് വട്ടം ചേർന്ന് ഒരേ ഒരാളെ ഫോക്കസ് ചെയ്ത് നിർഗന്ധല അടിച്ചു പൊട്ടിക്കുമ്പോൾ അവനും ഇത് കണ്ടു നിൽക്കുന്ന ഒരു അമ്മയുണ്ട്, ഒരു പെങ്ങളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, കൂട്ടുകാരുണ്ട്. അവനും ഈ ആത്മാഭിമാനമുണ്ട്. പോലീസിന് മാത്രമല്ല ഈ ആത്മാഭിമാനം അല്ലെങ്കിൽ ഇവരുടെ മനോവീര്യം ഉള്ളത്. ഈ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്കും ഉണ്ട് ആത്മാഭിമാനം. അപ്പോൾ ഇപ്പോൾ ഈ പോലീസ് അസോസിയേഷനും ഈ പോലീസിൻ്റെ വക്താക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് വല്ലാണ്ട് നൊന്തല്ലോ. ശരിയാണ്, പോലീസിനെ ഇത്തരത്തിൽ ഇത് തന്നെ സത്യസന്ധമായി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആ വീഡിയോ നോക്കിയപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന് വലിയ രീതിയിൽ മർദ്ദനമൊന്നും ഏറ്റിട്ടില്ല. എനിക്കൊക്കെ കിട്ടിയ മർദ്ദനം വെച്ചിട്ട് അദ്ദേഹത്തിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. മർദ്ദിക്കാനൊരു ശ്രമം, അതിനപ്പുറത്തേക്ക് ഇത് വീഡിയോ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു സംഭവം. അല്ലാതെ കൊടിയ മർദ്ദനമൊന്നും അദ്ദേഹം ഏറ്റുവാങ്ങിച്ചിട്ടില്ല. എന്നെയൊക്കെ തല മുട്ടിൻ്റെ അടിയിൽ കയറ്റി വെച്ച് കൈമുട്ട് കൊണ്ടാണ് അടിച്ചത്. കാലിൻ്റെ വെള്ള ലാത്തിക്കാണ് അടിച്ചു പൊട്ടിച്ചത്. നെറ്റിയിലടിച്ചു. അങ്ങനെ ശരീരത്തിൻ്റെ ഊടുപാട് മർദ്ദനമായിരുന്നു.
അപ്പം ഇതിനകത്ത് മർദ്ദിക്കാൻ ഒരു ശ്രമം ഉണ്ടായി, അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് അല്ല വിഘ്നേഷ്, ആ ദൃശ്യങ്ങളൊക്കെ വിഘ്നേഷിന്റെ പോരാട്ടത്തിന്റെ ഫലമായി പുറത്തേക്ക് വന്നതുമാണ്. ശരീരത്തിലെ ഒരു ഭാഗം പോലും അടിവസ്ത്രം മാത്രം ഇട്ട് വളഞ്ഞിട്ട് വട്ടം കൂടി മർദ്ദിച്ചതൊക്കെ വിഘ്നേഷ് പല ചർച്ചകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, താങ്കളെയും താങ്കളുടെ ചേട്ടനെയും. അപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ പോലീസിനെതിരെ പരാതി കൊടുത്തുകൂടെ? അത് ഈ പറഞ്ഞ തെരുവിൽ നേരിടലാണോ പരിഹാരം? പോലീസിനെതിരെ പരാതി കൊടുക്കൂ, നിയമപരമായ വഴിയിൽ ആ പോലീസുകാരുടെ എതിരെ ശിക്ഷ വാങ്ങിക്കൊടുക്കൂ എന്നെല്ലാവരും പറയുന്നുണ്ട്. അത് താങ്കൾക്ക് അത്ര എളുപ്പമായിരുന്നോ വിഘ്നേഷ്? അത്ര എളുപ്പമല്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. അതിപ്പം ഞാൻ രാഷ്ട്രീയം പറയുക അല്ലെങ്കിൽ ആര് ഭരിച്ചു കഴിഞ്ഞാൽ ഈ പോലീസ് എന്ന് പറയുന്ന വലിയൊരു സംവിധാനമാണെന്നേ. ഈ സംവിധാനത്തിൽ ഇവർ ഈ ഹയറാർക്കിയോ ഇവരുടെ ഈ പറയുന്ന ഈ ഒരു SI ആകുന്ന ഒരാൾ സകല കള്ളത്തരങ്ങളും പഠിച്ച് അയാൾ CA ആവുകയാണ്. അയാൾ അതിലും വലിയ കള്ളത്തരങ്ങൾ പഠിച്ചാൽ DYSP ആകുന്നു. ഇവരെ കാലപ്പഴക്കത്തിൻ്റെ അനുസരിച്ച് അനുഭവമുണ്ട്. അപ്പോൾ ആ ഒരു DYSP റാങ്കിലുള്ള ഒരു ACP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഇവർക്കെതിരെയുള്ള വകുപ്പ് തല അന്വേഷണം അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത്. അയാൾ ഈ പറയുന്ന അസോസിയേഷൻ്റെ എല്ലാ സ്വാധീനത്തിനും വിധേയമായിട്ട് വെള്ളഭൂഷണ ക്ലീൻ ഷീറ്റേ കൊടുക്കത്തുള്ളൂ. തെന്മലയിൽ രാജീവ് എന്ന് പറയുന്ന ഒരു കുടുംബനാഥൻ, തെന്മലയിൽ രാജീവ് എന്ന് പറയുന്ന ഒരു ദളിത് യുവാവ്, അയാളെ ഈ കൊറോണ കാലത്ത് കൈവിലം കെട്ടല്ലേ പോലീസ് അടിച്ചത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഈ പറയുന്ന സർക്കാർ സംവിധാനത്തിലൂടെയും പോലീസ് സംവിധാനത്തിലൂടെയും എല്ലാം പരാതി നൽകി. അതിനുശേഷം ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത്. SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ കേസ് അന്വേഷണം നടന്ന് ഏറ്റവും അവസാനമായപ്പോൾ അത് അന്വേഷിക്കുന്ന ആരാ? ഈ പോലീസുകാർ തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.